ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദയെ കുരിശിൽ കയറ്റാനായിട്ട് എല്ലാവരും കൂടെ വട്ടമേശ സമ്മേളനം കൂടിയിരിക്കുക. എല്ലാവരുടെയും മുന്നിൽ എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മുടെ പിങ്കി നിൽപ്പുണ്ട്. പിങ്കി ഇങ്ങനെ നിന്ന് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ വേഗം പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, എനിക്ക് അടുക്കളയിൽ വേറെ പണിയുണ്ടെന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു. ആ സമയം നമ്മുടെ പിങ്കി കഴിഞ്ഞ ദിവസം ഇവിടുന്ന് സ്റ്റഡി ടൂർ ആണെന്നും പറഞ്ഞു പോയത് ചെമ്പമ്മേട്ടിലേക്കാണെന്നും അവിടെ മിഥുൻ്റെ കൂടെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സ്റ്റഡി ടൂർ അങ്ങനെ കോളേജിൽ നിന്ന് പോയിട്ടില്ല, കള്ളം പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. നേരാണോ നന്ദ, നീ കഴിഞ്ഞ ദിവസം മിഥുൻ്റെ അടുത്തേക്ക് ചെമ്പമ്മേട്ടിലേക്ക് പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പോയിരുന്നു എന്ന് പറയുവാണ് നന്ദ അത് നിഷേധിച്ചില്ല, നന്ദ അത് പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും കള്ളം പറഞ്ഞിട്ടാണ് നന്ദ പോയത്, നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചപ്പം നന്ദ കള്ളം പറഞ്ഞിട്ടാ പോയതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ഗൗതം ചോദിച്ചു. നന്ദ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്, എനിക്കില്ലാത്ത അത്രയും ബുദ്ധിമുട്ടായി ഇവിടെ വേറെ ആർക്കും തോന്നേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പിങ്കി ഒന്ന് ചമ്മി. ഇതായിരുന്നു എത്ര വലിയ കാര്യം, ഗൗതത്തിനില്ലാത്ത പ്രശ്നം ഈ വീട്ടിൽ വേറെ ആർക്കും നന്ദയുടെ കാര്യത്തിൽ വേണ്ടല്ലോ, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കൊരു 100 കൂട്ടം പണി അടുക്കളയിലുണ്ടെന്ന് പറഞ്ഞ് ലക്ഷ്മി എഴുന്നേറ്റ് പോകാൻ നോക്കുക. എന്താ പിങ്കി മോളെ ഇതെന്നും ചോദിച്ചു. അപ്പോൾ ലക്ഷ്മി അങ്ങ് നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതുമാത്രമല്ല എന്ന് പറഞ്ഞു പിങ്കി. അപ്പോൾ പിങ്കി ഇങ്ങനെ പിങ്കിയെ നോക്കിക്കൊണ്ട് ലക്ഷ്മി തിരിഞ്ഞു നിൽക്കുന്നു. അതുമാത്രമല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണെന്ന് ചോദിച്ചു. വാവച്ചനാണ് തന്നെ വിളിച്ചു പറഞ്ഞതെന്നും അതുപോലെ വാവച്ചൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്നൊക്കെ പിങ്കി പറയാം. ഈ മിഥുനെയും അതുപോലെ നമ്മുടെ നന്ദിയെയും ഒരു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ വാവച്ചൻ അവിടെ വെച്ച് കണ്ടു എന്നുള്ള കാര്യം ഇങ്ങനെ പറയണു. അത് കേട്ടപ്പോഴും നന്ദയ്ക്ക് ഒരു കൂസലുമില്ല, നന്ദ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ വാവച്ചൻ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും നേരാണോ നന്ദ ഈ പറയുന്നത് എന്ന് ചോദിച്ചു നമ്മുടെ ഗൗതം നന്ദയോട്. അപ്പോൾ പിങ്കി പറഞ്ഞു തീർന്നില്ല ഗൗതം സാറിന് നന്ദ പറഞ്ഞു. അത്രേ ഉള്ളൂ, അവരെ രണ്ടുപേരെയും കണ്ടു എന്നുള്ളത് സത്യം തന്നെയാണ്, അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ആണോ അച്ഛാ, പിങ്കി പറഞ്ഞ ഈ കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ വാവച്ചൻ അമ്മാവനെ ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ ആരും ചോദ്യം ചെയ്യണ്ട, നേരെ വാവച്ചനെ വിളിക്കുക. അമ്മാവാ വാവച്ചൻ ചേട്ടൻ്റെ നമ്പറിലേക്ക് വിളിക്കുക, വാവച്ചൻ ചേട്ടൻ തന്നെ കണ്ട കാര്യം എല്ലാവരോടും പറഞ്ഞോളും, അമ്മാവൻ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരാണോ നന്ദയെന്ന് ചോദിച്ചുകൊണ്ട് മോഹിനിയൊക്കെ വലിയ ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ഈ സമയത്ത് മോഹിനിയും കിട്ടിയ അവസരം മുതലെടുക്കുക നന്ദയെ കുറ്റപ്പെടുത്താനായിട്ട്. എന്തിനാ അവിടെ പോയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ മിഥുൻ്റെ കൂടെ കറങ്ങി നടക്കാനാണ് എന്നും പറഞ്ഞു, ബൈക്കിൻ്റെ പുറകിൽ കറങ്ങി നടക്കാനാണെന്ന്. അപ്പോൾ പിങ്കി ഈ കാര്യം പറയുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാവച്ചനെ വിളിക്കാനായിട്ട് മഹി ഫോൺ എടുക്കുക. വേഗം നന്ദ പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതെന്തിനാ അത്, എനിക്കങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ നമ്മൾക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് മഹി നന്ദയോട് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛന് ഗുണമുള്ള കാര്യത്തെപ്പറ്റി പറയാനാണെന്ന് പറഞ്ഞു. എന്താ മഹിയേട്ടാ ഇത്, മോൾക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ, ഒന്ന് ചെല്ല് എന്ന് ലക്ഷ്മി താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛന് ഗുണമുള്ള കാര്യമാണെന്നല്ലേ പറഞ്ഞത്, അച്ഛൻ ചെല്ലാൻ പറഞ്ഞു ഗൗതു. അങ്ങനെ മഹി മനസ്സോടുകൂടി ഈ നമ്മുടെ മഹിയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കാം. അപ്പം നന്ദയും മഹിയും കൂടെ ചെന്നിങ്ങനെ നിൽക്കുമ്പോൾ നന്ദ ചോദിച്ചു, ഈ പിങ്കി പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ സൂത്രധാരൻ അച്ഛനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നു, അങ്ങനെയെങ്കിൽ അങ്ങനെ നീ മാറിയിക്ക, എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞപ്പം അയ്യോ അങ്ങനെ പോവല്ലേ, അച്ഛൻ ഈ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. വീഡിയോയോ, നീ ഒന്ന് പോകച്ചേ, എനിക്കിപ്പോൾ അതൊന്നും കാണേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയരുത്, അച്ഛനിതൊന്നും കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് കാട്ടിക്കൊടുക്കുക. അച്ഛൻ മൊബൈൽ മേടിച്ച് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് കഥ മുഴുവൻ വിളമ്പുന്ന ആൾ ഈ പറയുന്ന വാവച്ചൻ ഈ കഥ മുഴുവൻ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി നമ്മുടെ മഹി. പെട്ടെന്ന് ഇത് കണ്ട് തീർന്നതും ഫോൺ തട്ടിപ്പറിച്ചിങ്ങ് മേടിച്ച് നമ്മുടെ നന്ദ. ഇനി വാവച്ചനെ വിളിക്കണമെന്ന് ചോദിച്ചു. അയ്യോ മോളെ, എന്നെ ചതിക്കരുത്, എന്നെ തകർക്കരുത്, ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഈ കാര്യങ്ങൾ ഇവിടെയുള്ളവരെ അറിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നന്ദയുടെ കാലെ പിടിക്കുക. അപ്പോൾ അച്ഛൻ ഇത്രയും വലിയൊരു കാര്യമൊക്കെ ചെയ്തിട്ട് അച്ഛൻ ഇവിടെ വെച്ച് എന്നെ അങ്ങ് ചെളിവാരത്തേക്കാന്ന് വിചാരിച്ചാലെന്ന് ചോദിച്ചു. അച്ഛന് വേണ്ടി മാത്രം ജീവിക്കുന്ന, അച്ഛനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന എൻ്റെ അമ്മയെ ചതിച്ചതിനുള്ള പണി അച്ഛന് പിന്നാലെ വരുന്നതേ ഉള്ള അച്ഛാ എന്ന് മനസ്സിൽ ആ നിമിഷം നമ്മുടെ നന്ദ പറയാം. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല, പക്ഷേ ഞാൻ ചെയ്യാത്ത തെറ്റ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ തലയിൽ ചുമത്തി എന്നെ എല്ലാവരുടെയും മുന്നിൽ മോശക്കാരിയാക്കാൻ അച്ഛനും ശ്രമിക്കരുതെന്ന് പറഞ്ഞു. ഇല്ല മോളെ, ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യത്തേ ഇല്ല എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അച്ഛന് തന്നെ കൊള്ളാം. അങ്ങനെ നമ്മുടെ നന്ദയ്ക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കാനായിട്ട് ഇയാൾ പോവുകയാണ്. മോള് വാ എന്നും പറഞ്ഞ് മോളെയും വിളിച്ചുകൊണ്ട് പോകണം.
അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് മാറി സംസാരിച്ച് അപ്പുറം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വിളിക്കമ്മാവ, അയാളെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി പറഞ്ഞപ്പം എന്തിന്, അല്ലെങ്കിൽ തന്നെ വാവച്ചനാണോ നമ്മുടെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. അതായത് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതിന് നേരെ മറുപുറമായിട്ട് ഇപ്പം സംസാരിക്കും. ഇത് കേട്ട് എല്ലാവരും അന്താളിച്ചിങ്ങനെ നിൽക്കുക. അല്ല, വാവച്ചനോട് സംസാരിക്കണമെന്നും നന്ദമോൾ എന്തൊക്കെയോ തെറ്റ് ചെയ്തെന്നും മഹേട്ടൻ തന്നെയല്ലേ പറഞ്ഞതെന്ന് ലക്ഷ്മി അന്നേരം ചോദിച്ചു. എല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഇവിടുന്ന് പറഞ്ഞിട്ട് പോയ ആളല്ല അവിടുന്ന് മടങ്ങി വന്നിരിക്കുന്നത്. അങ്ങനെ ഇവർക്കിടയിലുള്ള ഈ ഒരു സംസാരത്തിൽ പിന്നെ പിങ്കി ഇതെന്താ അമ്മാവ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചിൻ്റെ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്നും പറയുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ഈ പിങ്കിയുടെ തലയിൽ പഴി ചുമഴ്ത്തി പറയാം. അമ്മാവൻ എന്ത് വർത്തമാനം ഈ പറയുന്നത്, അമ്മാവനല്ലേ ഇതെന്നോട് ഇവിടെ പറയാനായിട്ട് പറഞ്ഞെന്ന് ചോദിച്ചു. അയ്യോ, ഈ കൊച്ചിന് എന്താ പറ്റിയത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഈ കൊച്ചിന് എന്തോ തെറ്റു പറ്റിയതാ, ഈ കൊച്ചിന് മാറിപ്പോയത്, എന്താ പിങ്കി മോളെന്ന് ചോദിച്ചുകൊണ്ട് പിങ്കിയെ കള്ളിയാക്കി മഹേശ്വരന് വേണ്ടി പണിയെടുക്കാൻ പോയിട്ട് പിങ്കി കള്ളിയായി. എന്തായാലും പിങ്കിക്ക് കിട്ടിയത് ഇൻ്റർനാഷണൽ തിരിച്ചടിയായിപ്പോയി. പിങ്കി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക. ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് എന്താ പിങ്കി മോളെ ഇത്, ഈ നിൽക്കുന്ന മനുഷ്യനോ 10 കാശിൻ്റെ വെളിവില്ല, തലയ്ക്കകത്ത് വെളിവില്ല, ഇയാളുടെ കൂടെ കൂടി നീയും അങ്ങനെ ആയോ, ഇയാൾ പറയുന്നത് കേട്ട് നീ അല്ലാതെ പണിയെടുക്കുമോ, പിന്നെ ഒരു സഭ കൂടിയിരിക്കുന്നു, എല്ലാവരും ഏറ്റുപോകും, എനിക്ക് അടുക്കളയിലൊരു ഒത്തിരി പണിയുണ്ട്, മോളെ ഇതൊക്കെ കഴിഞ്ഞ് മോൾ വന്നേ, അമ്മയ്ക്ക് ഇച്ചിരി തേങ്ങ ഇരണ്ടി തന്നേന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് മഹി ഉയ്യോ എന്തൊരു ചൂടാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടി. അപ്പോഴേക്കും അമ്മാവ എന്നും പറഞ്ഞു പിന്നാലെ പിങ്കിയും ചെന്നു. ഈ സമയത്ത് ഇതെല്ലാം കണ്ട് നന്ദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. മോഹിനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇത് എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് മോഹിനിക്ക് മനസ്സിലായി. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മഹിയുടെ അടുത്തേക്ക് പിങ്കി ഓടി ചെന്നിട്ട് അമ്മാവ, അപ്പോൾ എന്നെ എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരിയാക്കി എല്ലാം കൂടി എൻ്റെ തലയിൽ ചുമത്തി അങ്ങ് രക്ഷപ്പെട്ടല്ലെന്ന് ചോദിച്ചപ്പോൾ മോൾ എന്തൊക്കെയാ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ആളെ പോലെ ഇങ്ങനെ പറയാം. അമ്മാവനൊന്നും ചെയ്തില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അമ്മാവൻ ഈ ചെയ്തത് വലിയ ചതിയായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ നിനക്ക് വെറുതെ തോന്നിയതാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുക. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് വന്നു. പിങ്കി, ഇത്തവണയും എല്ലാം ചീറ്റിപ്പോയല്ലേ, നീ ഒരു ജോത്സ്യനെ കാണുന്നത് നല്ലതാ, നിനക്ക് കണ്ടകശനിയാണെന്നാണ് തോന്നുന്നത്, ആ കണ്ടകശനി ആയതുകൊണ്ടാണ് നിന്നെ തേടി ഇതുപോലെയുള്ള തോൽവികൾ വരുന്നത്, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തോറ്റു പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പിങ്കിയെ കുറേ അങ്ങ് കളിയാക്കി. അങ്ങനെ പിങ്കിയോട് നന്ദ പറഞ്ഞതിനൊന്നും മറുപടി പറയാനായിട്ട് പിങ്കിക്ക് കഴിഞ്ഞില്ല. പിങ്കി ഇങ്ങനെ ചൂളി ഇങ്ങനെ അവിടെ നിൽക്കുക. ആ സമയം നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് വന്നു. ഗൗതം വന്നിട്ട് എന്താ പിങ്കി സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം തലയിട്ട് എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടുന്നത്, അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും വിസ്താരമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പോവാലോ അല്ലേ എന്ന് ഗൗതം ചോദിച്ചു. അപ്പോൾ നന്ദ വാ ഗൗതം സാർ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോണു. പിങ്കി ഇങ്ങനെ ആകെ നാണം കെട്ട് അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ നന്ദ അപ്പുറത്തേക്ക് മാറി നിൽക്കുന്ന നന്ദയുടെ ഫോണിലേക്ക് ഇതേ അവിടെ നിന്ന് ചെമ്പമേട്ടിൽ നിന്ന് ഗാഥയുടെ അമ്മ വിളിക്കുവാണ്. അപ്പോൾ അവിടുന്ന് രാവിലെ തന്നെ കോള് വന്ന് അയാളെ കൊണ്ട് ഒരു ഇതുമില്ല, ബാലാജി ഭയങ്കര ശല്യമാണെന്നുള്ള കാര്യം പറഞ്ഞു. മോളെ ഇങ്ങനെ നാട് കടത്താൻ പോവുകയാണ്, മറ്റന്നാൾ അവൻ വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സുജാത ആൻറ്റി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണെന്നും ഗാഥയുടെ ജീവനൊരാപത്തും വരാതിരിക്കാൻ നമുക്കിത് ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞു നന്ദ പറഞ്ഞു. അപ്പോൾ സുജാത പറഞ്ഞു എൻ്റെ മോൾക്കൊരാപത്തും വരാതിരിക്കാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, മോള് പറഞ്ഞോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാര്യങ്ങൾ, അതായത് നന്ദ എന്തൊക്കെയോ കാര്യങ്ങൾ സുജാതയോട് പറയുവാണ് ഗാഥയെ അവിടെ നിന്ന് മാറ്റാനായിട്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ ഒരു കാര്യത്തിൽ തീരുമാനമാക്കി. അങ്ങനെ ഇവർ സംസാരിച്ചു, ഗാഥയെ അവിടെ നിന്ന് മാറ്റുന്ന കാര്യങ്ങളൊക്കെ റെഡിയായി. ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹിനി, നീ നന്ദ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജോത്സ്യനെ കാണുന്നത് തന്നെയാണ് കേട്ടോ പിങ്കി നല്ലത്. കാരണം നിനക്ക് മൊത്തത്തിൽ കണ്ടകശനിയാണ്, നീ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടോണ്ടിരിക്കുക, നീ എന്തിനാ ഈ പണിക്കൊക്കെ പോയത് എന്നൊക്കെ ഇങ്ങനെ മോഹിനി ചോദിച്ചപ്പം എന്നാലും ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പച്ചി എന്ന് പിങ്കി. ഇതെല്ലാം എന്നെ കൊണ്ട് പറയിച്ചിട്ട് ഈ അമ്മാവൻ എന്തിനാ നേരെ മറുപുറം ചാടിയതെന്ന് എനിക്ക് ഒന്നും അങ്ങ് മനസ്സിലാകുന്നില്ല, എത്ര ആലോചിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഈ സംസാരമായിട്ട് അവിടെ ഇരിക്കുന്നു. ഇതേ സമയത്ത് വാവച്ചനെ വിളിച്ചു വരുത്തി മഹി വാവച്ചനെ കാണുക.
അപ്പോൾ വാവച്ചൻ പറഞ്ഞത് സുജാത പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ. ഈ സമയത്ത് എന്താ സാറേ പുതിയ പ്രശ്നം എന്ന് പച്ചി നിർത്തണോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു മഹി വാവച്ചനോട്. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ എല്ലാം വാവച്ചൻ എല്ലാം സുജാതയുടെ തലയിൽ വെച്ച് തടി ഊരാമെന്നാണല്ലോ വിചാരിച്ചത് അല്ലേ? പക്ഷെ അതൊന്നും നടന്നില്ല അല്ലേ? ഇതൊക്കെ പറഞ്ഞു. നീയാണ് എന്നെ ചതിച്ചത്. അവൾ ആ വീഡിയോ സഹിതം എന്നെ കാണിച്ചു തന്നു. നീ എന്നോട് ഇതുപോലത്തെ ഒരു ചതി ചെയ്യരുതായിരുന്നു വാവച്ച. കൂടെ നിന്ന് നീ ചതിക്കുകയോ ചെയ്തതെന്നൊക്കെ പറഞ്ഞു വാവച്ചനെ കുറേ ഇട്ടങ്ങ് പേടിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പറ്റിയ തെറ്റാണ് നിന്നെ വിശ്വസിച്ചതെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അവൾ അവിടെ കിടന്ന് മേയുവാണോ എന്നെ, അവളുടെ കാൽ കീഴിലിട്ട് ചവിട്ടി അരക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണു. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ മുന്നിൽ ഇപ്പോൾ അവളാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശരി അങ്ങനെയെങ്കിൽ അവളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാക്കാമെന്ന് പറഞ്ഞു. അവളെ ഇനിയും ഇങ്ങനെ ജീവിക്കാൻ വിട്ടു കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ട പുകയാകും എന്നുള്ള കാര്യം ഈ മഹി വാവച്ചനോട് പറയുമ്പം അവളെ നമുക്കങ്ങ് തീർത്ത് കളഞ്ഞേക്കാവെന്ന് ഈ വാവച്ചൻ പറയാം. തീർത്ത് കളഞ്ഞാലും അത് പ്രശ്നമാകാതിരിക്കണം. അങ്ങനെ പ്രശ്നമാകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ അവളെ ഭീഷണിപ്പെടുത്തി ഒരുത്തനുണ്ടല്ലോ ചെമ്പമ്മേട്ടിൽ, അവൻ്റെ തലയിലേക്ക് നമുക്കിത് വെച്ച് കൊടുത്ത് നൈസായിട്ട് നന്ദയെ അങ്ങ് അവസാനിപ്പിക്കാമെന്ന് ഈ മഹിയും വാവച്ചനും കൂടെ തീരുമാനിക്കുന്നു. അങ്ങനെ നന്ദയെ കൊന്നു കളഞ്ഞാൽ ഇവൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് അറിയാവുന്നത് കൊണ്ട് മഹി നന്ദയെ കൊല്ലാനായിട്ട് വാവച്ചനുമായിട്ട് പ്ലാൻ ഒരുക്കുന്നു. സാറ് രണ്ടെണ്ണം അടിച്ചിട്ട് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊയ്ക്കോ സാറേ, നന്ദയെന്ന് പറയുന്ന മാരണം ഇനി സാറിൻ്റെ ജീവിതത്തിൽ സാറിന് ശല്യമായി ഉണ്ടാകില്ല എന്നും പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.